പ്ലസ് ടു കഴിഞ്ഞു ബിടെക് എംടെക് ആ ഒരു രീതിയിലേക്ക് മാറി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് വരാൻ പറ്റുമെന്നും കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ ഒരു 45 ഡേയ്സിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു മാർക്ക് കിട്ടിയത്. അതിലായിട്ട് എക്സ്ട്രാ ആയിട്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നൊന്നും എഫേർട്ട് എടുത്തിട്ടില്ല. ഹായ്, ഐ ആം ഡോക്ടർ കാവ്യ. ഇന്ന് എൻ്റെ കൂടെ എറോൺ അക്കാഡമിയിൽ നിന്നും CPC 90% പാസ്സായ അക്ഷിതയുണ്ട്. അപ്പൊ അക്ഷിതയോട് നമുക്ക് വിവരങ്ങളൊക്കെ ചോദിക്കാം. എൻ്റെ പേര് അക്ഷിത. ഞാനൊരു എംടെക് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ടെക്നിക്കൽ ഫീൽഡിൽ നിന്നാണ് ഈ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം എന്നിട്ട് പോലും എനിക്ക് ഒരു 90% മാർക്കോട് കൂടി പാസ്സാവാൻ സാധിച്ചു. അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും സഹായിച്ചതും എറോൺ അക്കാഡമി തന്നെയാണ്. ഞാൻ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലാണ്. ഡെയിലി ആയിട്ട് റെഗുലർ ബാച്ച് ആയിരുന്നു, ജൂൺ ബാച്ച് ആയിരുന്നു ഞാൻ. അപ്പം ഇവിടെ എറോൺ അക്കാഡമിയിലുള്ള ടീച്ചേഴ്സാണ് എന്നെ കൂടുതലായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രുതി മാം, അതുപോലെ തന്നെ വന്ദന മാം, അവസാന മാം ആയിരുന്നു. അവർ വളരെ ഹെൽപ്ഫുള്ളാണ്. വളരെ ഡൗൺ ടു എർത്തായിട്ട് നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരാറുണ്ടായിരുന്നു. അപ്പൊ അക്ഷിത 90% സ്കോർ കിട്ടിയില്ലേ? എംടെക് ഗ്രാജുവേഷൻ വന്നിട്ട് ഒരു അനാറ്റമി ആയിട്ട് യാതൊരു പരിചയവും ഇല്ലാതെ ഈ ഒരു സ്കോറിലെത്തി. അപ്പോ അതോടൊപ്പം തന്നെ എക്സാം പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു സ്കോർ കിട്ടിയത്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് 45 ഡേയ്സ് ആയിരുന്നു എക്സാം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നത്. എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ഒരു ബുദ്ധിമുട്ടും കാരണമൊക്കെ കൊണ്ട് ഞാൻ ഓൺലൈൻ ആയിരുന്നു. എനിക്ക് ഓഫ്ലൈനായിട്ട് തന്നെ എക്സാം പ്രിപ്പറേഷൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഓൺലൈനായിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കോഴിക്കോട് ബ്രാഞ്ചിലുള്ള ടീച്ചേഴ്സ് ആയിരുന്നു അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരാണെങ്കിലും തന്നെ നമ്മളെപ്പോഴും ഡൗട്ടുകൾ ചോദിച്ചാലും എല്ലാം പറഞ്ഞു തരികയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ആ ഒരു 45 ഡേയ്സിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു മാർക്ക് കിട്ടിയത്. അതിലായിട്ട് എക്സ്ട്രാ ആയിട്ട് ഞാൻ എൻ്റെ ഭാഗത്തു നിന്നൊന്നും എഫേർട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഈ ലൈഫ് സയൻസ് ഗ്രാജുവേഷൻ അല്ലാത്ത കുട്ടികളോട് എന്താ പറയാനുള്ളത്? അങ്ങനെ നമ്മൾ വിചാരിക്കും നമുക്ക് അനാട്ടമി അറിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും ഒന്നും അറിയില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ വെറുതെയാണ്. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്കോട് കൂടി തന്നെ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കമ്പനിയിലേക്ക് നമുക്ക് പോസ്റ്റിങ്ങും, ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഡിസംബർ 2023 കഴിഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിൽ തന്നെ ഞാൻ നല്ലൊരു കമ്പനിയിലേക്ക് പോസ്റ്റിംഗ് ആവാണ്. ആരോൺ എന്നുള്ള ഒരു ഇന്റർവ്യൂവിന്റെ സപ്പോർട്ട് അതെങ്ങനെയുണ്ടായിരുന്നു? ആരോണിൽ നമുക്ക് ഇവിടെ ആരോൺ പറയുന്നത് തന്നെ 100% പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ അവർ ഒത്തിരി ഡ്രൈവുകൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ 2 ജോബ് ഡ്രൈവ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് സൂമിൽ ക്ലാസ് സെക്ഷൻസുകൾ ഉണ്ടാവും. നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചാപ്റ്റർ വൈസ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും അപ്പം ക്ലിയർ ചെയ്യാം. ഇപ്പം നമ്മുടെ ഒരു ഇൻ്റർവ്യൂ അസസ് ചെയ്യുന്ന, നമ്മൾ ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനുള്ള കോൺഫിഡൻസും കാര്യങ്ങളും എല്ലാം തരാറുണ്ട്. അപ്പോ ഇന്റർവ്യൂവിന് നമ്മൾ തന്ന സപ്പോർട്ട് അക്ഷിതയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പോ എവിടെയാണ് ഇനി നെക്സ്റ്റ് ഒരു ജേർണി എങ്ങോട്ടാണ്? തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഇപ്പം നമ്മുടെ ഈ ഒരു എറോൺ അക്കാഡമി വഴി ഉണ്ടായിട്ടുള്ള ഇന്റർവ്യൂ കോഴ്സും കാര്യങ്ങളും എല്ലാം എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പം ചെന്നൈയിലെ ഒരു MNC കമ്പനിയിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അപ്പം ഈ വരുന്ന ഫെബ്രുവരി 12 ആണ് ജോയിനിങ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ നടത്തുന്നുണ്ട്, ജോബ് ഡ്രൈവ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന കുട്ടികളുടെ അടുത്ത് എന്താണ് ശരിക്കും ഒരു അഡ്വാൻസ് ആയിട്ട് അവർക്കൊരു സജഷൻ എന്താ പറയുന്നത്? നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി തരും. ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി തന്നെ നമുക്കത് കിട്ടുന്നതാണ്. എനിക്കിപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് മോക്ക് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ഇതുവരെ കാണുന്ന ടീച്ചേഴ്സേ അല്ല ആ ഒരു സമയത്ത്. നമ്മൾ മോക്കിന് കയറുമ്പം നമ്മൾ റിയൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മളെ ടീച്ചേഴ്സ് നമ്മളോട് ആ ഒരു റൂമിൽ പെരുമാറുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു പേടിയും കാര്യങ്ങളും, ആദ്യമായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു ടെൻഷനും കാര്യങ്ങളും എല്ലാം അവിടെ വെച്ച് തന്നെ തീരും. പിന്നെ നമുക്ക് വീണ്ടും വേറൊരു കമ്പനിയുടെ റിയൽ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ രണ്ടാമതൊരു ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നുള്ളൂ. ആദ്യമായിട്ടുള്ള ഒരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടാവത്തേ ഇല്ല. വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അനാട്ടമി ആയിക്കോട്ടെ, ICD ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെ അവർ
പറഞ്ഞ് നല്ല റെഡിയാക്കി തരും നമ്മുടെ ആ ഒരു ഫീൽ. നമുക്ക് ഒരു ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു പേടിയാണ്, അങ്ങനെയുള്ള ഒരു കാര്യമേ ഇല്ല. നമുക്ക് ആ ഒരു രീതിയിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ടീച്ചേഴ്സ് റെഡിയാണ്. അഷിത, അപ്പോ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കരിയറിലേക്ക് വരുമ്പോൾ അഷിത എന്തൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു? ഞാൻ ശരിക്കും +2 കഴിഞ്ഞിട്ട് ടെക്നിക്കൽ ഫീൽഡിലേക്ക് മാറിയ ഒരാളാണ്. ഞാൻ BTech MTech +2 കഴിഞ്ഞു BTech MTech ആ ഒരു രീതിയിലേക്ക് മാറി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് വരാൻ പറ്റുമെന്നും കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ MTech കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുള്ള ഒരാളാണ്, ട്യൂട്ടർ രംഗത്തേക്ക് പോയിട്ടുള്ള ഒരാളാണ്. അപ്പം ആ ഒരു ഫീൽഡ് എനിക്ക് സ്യൂട്ടായിട്ട് തോന്നിയില്ല, അതിൽ പിടിച്ചു നിൽക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. ആ ഒരു നമ്മുടെ ഒരു സ്റ്റൈലിന് സ്യൂട്ടായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ചതാണ്. അപ്പം ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു ആരോൺ അക്കാഡമിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിനെ കുറിച്ചും കൂടുതൽ അറിയാൻ പറ്റുന്നത്. അപ്പം ഇതിൽ ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാൻ ആരോൺ അക്കാഡമീനെ സമീപിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് നമ്മളെ എത്ര ഫ്രഷർ ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ശരി, നമുക്ക് ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും തന്നിട്ട് ഇവിടെയുള്ള മാമും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. വളരെ നല്ലൊരു പെർസെൻറ്റേജോട് കൂടി പാസ്സാവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നല്ലൊരു ജോലിയിൽ നല്ലൊരു സാലറി പാക്കേജോട് കൂടി തന്നെ എനിക്ക് പോസ്റ്റിംഗ് 1 മാസം കൊണ്ട് തന്നെ ജോലി കിട്ടാനും ഈ ഒരു ഫെബ്രുവരിയിൽ പോസ്റ്റിംഗ് ചെയ്യാനും സാധിച്ചു. അപ്പൊ ടോട്ടലി ഹാപ്പിയാണ്. ഫാമിലിയൊക്കെ ഹാപ്പിയാണ്. മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പം മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് നമ്മൾ എല്ലാവരും വിചാരിക്കും ലൈഫ് സയൻസ് ഗ്രാജുവേറ്റിന് മാത്രമുള്ളതാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് ഏത് ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, ലൈഫ് സയൻസ് ആയിക്കോട്ടെ, ടെക്നിക്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയിക്കോട്ടെ, നോൺ ലൈഫ് സയൻസിൽ തന്നെ നമ്മൾ BScയോ അല്ലെങ്കിൽ ബികോമോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു ഫീൽഡ് എടുക്കാവുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറച്ചൊരു എഫേർട്ട് എടുത്താൽ തന്നെ, എഫേർട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മളൊരു പകുതി എഫേർട്ട് എടുത്താൽ മതി, ബാക്കി ടീച്ചേഴ്സാണ് നമ്മുടെ എഫേർട്ട് എടുക്കുന്നത്. അപ്പം അവരെ കൂടെ സഹകരിച്ച് നല്ലൊരു രീതിയിൽ നിന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു, ഇപ്പം എന്താണെങ്കിലും ഏതൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു 80 എബോ മാർക്കോട് കൂടി തന്നെ നമുക്ക് പാസ്സാവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു എഫേർട്ടും കാര്യങ്ങളും എടുത്ത് അങ്ങനെ ഒരു നല്ലൊരു മാർക്കോട് കൂടി പാസ്സായി കഴിഞ്ഞാൽ വളരെ നല്ല കമ്പനിയിലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുന്നതാണ്. ഇപ്പം നമ്മുടെ ആരോൺ അക്കാഡമിയുടെ കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എല്ലാ മന്തിലും പ്ലേസ്മെൻ്റ് ഉണ്ട്. 1 or 2 പ്ലേസ്മെൻ്റ് എല്ലാ മന്തിലും ഉണ്ട്. ജനുവരി തൊട്ട് ഡിസംബർ വരെ എല്ലാ മന്തിലും നമുക്ക് പ്ലേസ്മെൻറ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം അവർ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പം ആ ഒരു ഡ്രൈവിൽ പോയിട്ട് നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് കയറാവുന്നതാണ്. ഏതൊരു ഫീൽഡാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനാണെങ്കിലും ഒക്കെ നമുക്കിത് പഠിച്ച് ഒരു നല്ലൊരു ജോലിയിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അഷിതയുടെ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. 90% ആണ് ആളുടെ സ്കോർ. ആളൊരു MTech ഗ്രാജുവേറ്റ് ആണ്. അനാറ്റമി എന്ന് പറയുന്ന ആ ഒരു സയൻസുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാതെ ആള് പഠിച്ചു, എക്സാം നന്നായി എഴുതി, ആള് പ്ലേസ്ഡ് ആയി. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോഡിംഗ് എന്ന് പറഞ്ഞ ഒരു കരിയറിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് മാത്രമല്ല, വെറും ഒരു മെഡിക്കൽ കോഡറായിട്ട് മാത്രമല്ല ഇനി ഇവർ വർക്ക് ചെയ്യാൻ പോകുന്നത്. അവരിറങ്ങാൻ പോകുന്ന ഫീൽഡിൽ ഇതിൽ കൂടുതൽ സീനിയർ മെഡിക്കൽ കോഡറായിട്ട് അവർക്ക് വർക്ക് ചെയ്യാം. 1-2 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തീർച്ചയായും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല രീതിയിൽ എക്സാം പ്രിപ്പറേഷൻ ഫോക്കസ് ചെയ്യുന്ന, പ്ലേസ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുക. നിങ്ങൾക്ക് നല്ലൊരു കരിയറാണ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവുക. ആൻഡ് വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു മാം.